ഇത്രയൊരു ദിവസം നമ്മൾക്കായി നൽകിയ ജഗദീശ്വരനോട് ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാമിലേക്ക് വന്നവരെയെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ശ്രുതി ചന്ദ്. ഞാൻ ആലപ്പുഴയിൽ നിന്നുമാണ് വരുന്നത്. എന്നെ ഈ ബയോട്ടോറിയൻ ഫാമിലിയിൽ കൊണ്ടുവന്നത് സുജമോളാണ്, ഞങ്ങളുടെ ലീഡർ യൂനസ് സാറും. ഇന്നത്തെ ടോപ്പിക് നമ്മളോടായി സംസാരിക്കാനായി എത്തുന്നത് വർഷങ്ങളായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ട്രെയിനറും മോട്ടിവേറ്ററും കൂടിയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് അദ്ദേഹം. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. വൺസ് അഗൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ MC. വൺസ് അഗൈൻ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുകയാണ്. നമുക്ക് കുറച്ച് ദിവസങ്ങളായി ഞാൻ വന്നിട്ട് നമ്മുടെ ടുഡേ ക്യാമ്പിന് ശേഷം രണ്ടാഴ്ചയിലും ഗ്യാപ്പ് എടുത്തിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതോടൊപ്പം തന്നെ ഏറ്റവും റീസെന്റ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതിയ നമ്മളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. കാരണം എല്ലാ ദിവസവും രാവിലെ ഒരു ബൂസ്റ്ററാണ്, നമുക്ക് ബൂസ്റ്റർ പ്ലാൻ ഉള്ള പോലെ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഒരു ബൂസ്റ്ററാണ് ഈ 6 AM ക്ലബ്ബ് എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ ഇപ്പോ KBCയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ഓരോ ടീമുകളും വ്യത്യസ്തമായിട്ടുള്ള പല ഗ്രൂപ്പുകളും ഈ പ്രോഗ്രാം 6 AM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചാലക ശക്തിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന സബ്ജക്റ്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്നലെ മിനി മാഡം ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ഇന്ന് നമുക്ക് എന്ത് ചർച്ച ചെയ്യണം എന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ഈ ബയോട്ടോറിയത്തിൽ ഏറ്റവും വലിയ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഹൗ ടു കൺവേർട്ട് കസ്റ്റമർ ടു ആക്റ്റീവ് ഓർ സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ. എങ്ങനെയാണ് കസ്റ്റമേഴ്സായി വരുന്ന ആളുകളെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഒരു സീരിയസ് ഡിസ്ട്രിബ്യൂട്ടറായി, ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടറായി നമുക്ക് മാറ്റാൻ കഴിയും? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 90% ആളുകളും പരാജയപ്പെടുന്ന ടീം ബിൽഡിങ്ങിലെ ഒരു പോർഷനാണ്. നമുക്ക് നമ്മുടെ കൂടെ കടന്നു വരുന്ന 90% ആളുകളെയും ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? എങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക? ഇതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന, ഞാനിവിടെ പറഞ്ഞ വാക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന എന്നുള്ളതാണ്. പക്ഷേ 99.9% ആളുകൾ ബിസിനസ്സിലേക്കല്ല കടന്നു വരുന്നത്. ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ നിരന്തരമായിട്ടുള്ള നിർബന്ധത്തിനോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ അവസ്ഥയോ പരിഗണിച്ച് അവരൊരു രോഗം മാറാനായി ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടാണ് 99% ആളുകളും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ മറ്റുള്ള ഭൂരിഭാഗം ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, പ്രൊഡക്റ്റ് വൈസ് കമ്പനികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ബയോട്ടോറിയം അവരും നമ്മുടെ പ്രധാനപ്പെട്ട വ്യത്യാസം, ഇവിടെ കസ്റ്റമർ ആംഗിളിലൂടെയാണ് മുഴുവൻ ആളുകളും കടന്നു വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പല ആളുകളും പറയാറുള്ളത്, ഞങ്ങൾക്ക് ID തന്നെ വേണ്ട, നിങ്ങൾ എന്തിനാ ഞങ്ങളോട് ഈ പറയുന്ന ആധാർ കാർഡും ഇതൊക്കെ ചോദിക്കുന്ന പോലും ചോദിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ഒരു റീസൺ, അവരോട് അല്ലെങ്കിൽ അവരെ നമുക്ക് ഈ ബിസിനസിന്റെ അനന്തമായ ഒരു സാധ്യത ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബോധ്യപ്പെടുത്താൻ മുതിരുന്നില്ല എന്നതാണ് യഥാർത്ഥ സത്യം. സാധാരണ രീതിയിൽ ആളുകൾ ഈ മേഖലയിൽ കടന്നു വരുന്നത് ഒന്ന് മറ്റൊരാളുടെ നിർബന്ധത്തെ വഴങ്ങി, ഏറ്റവും അടുത്ത സുഹൃത്താവാം അല്ലെങ്കിൽ ബന്ധുവാം, നിരന്തരം ഇങ്ങനെ
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ കടന്നു വരും. ചില ആളുകൾ കടന്നു വരുന്നത് കടപ്പാട് കൊണ്ടാണ്. എനിക്ക് കുറെ ഉപകാരം ചെയ്ത ആളല്ലേ, അല്ലെങ്കിൽ എന്റെ മാമനല്ലേ, മരുമോഹനല്ലേ, അമ്മായിയല്ലേ, ഒരു എനിക്ക് എന്തൊക്കെ ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വിളിച്ചാൽ പറഞ്ഞ ആളാണ്, ബന്ധം കളയാൻ പറ്റില്ല എന്നുള്ള ഒരു കടപ്പാടിന്റെ പുറത്ത് കടന്നു വരുന്ന ആളുകൾ. ചില ആളുകള് ആവേശത്തിൽ വരുന്ന ആളുകൾ. 4 കൊല്ലം കൊണ്ട് മനോജ് സാർ 4 കോടി നേടി, അങ്ങനെയൊക്കെയുള്ള ആ വെറുതെ കിട്ടുന്നതാണ് എന്ന് കരുതി വരുന്ന ആളുകളുണ്ട്. ആവേശത്തിന്റെ പുറത്ത് കടന്നു വരുന്ന ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിഭാഗം ആളുകളും രോഗം മാറാൻ കടന്നു വരുന്ന ആളുകളാണ്. അവരെ പ്രഷറും ജോയിന്റ് പെയിനും അലർജിക്ക് മാറാൻ. ഇനി 5ാമത് ഒരു കൂട്ടരുണ്ട്. കാര്യകാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ അവസരത്തിന് കാര്യകാരണങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന ആള്. ഇവരെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ബിസിനസ്സുകാർ എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആകുന്ന വ്യക്തികൾ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഈ 4 വിഭാഗത്തിലും മറ്റു 4 വിഭാഗത്തിലും കടന്നു വരുന്ന ആളുകളെ എന്ത് ചെയ്യണം? അവര് കടന്നു വന്നപ്പോൾ നമ്മൾ ഫാമിലി ബോണസ് കിട്ടി, അല്ലെങ്കിൽ അവയർനെസ് ബോണസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 4 വിഭാഗത്തിലുള്ള ആളുകളെയും നമ്മൾ കൃത്യമായി, അതായത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും, അണ്ടർസ്റ്റാൻഡിങ് ജോയിനിങ് എന്ന് പറയും. കാര്യകാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ ഒരു സ്റ്റൈലിലേക്ക് അവരെ നമ്മൾ മാറ്റണം. ഇതൊരു സ്പോൺസറുടെ ഉത്തരവാദിത്തമാണ്. വാട്ട് ഡു യു മീൻ ബൈ സ്പോൺസറിങ്? സ്പോൺസറിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ ഞാനൊരു ടീമിലെ അംഗവുമായി സംസാരിച്ച സമയത്ത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ആ വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 14,300 പാക്കേജ് എടുത്തു. അപ്പൊ ഞാൻ ഇന്നലെ ഡിസ്ട്രിബ്യൂട്ടർ ആളെ എന്നോട് ചോദിക്കുകയാണ്, സാറിന്ന് എവിടെയാണെന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ആ സ്റ്റാർട്ട് ചെയ്ത ആ വ്യക്തിയുടെ അടുത്ത് ഒന്ന് പോകണം, പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കണം അദ്ദേഹത്തിന്. അപ്പൊ ആള് എടുത്ത വശം എന്നോട് തിരിച്ചു ചോദിച്ച്, അതിന്റെ ആവശ്യം എന്താ, അത് എന്തിനാണ് പോണേന്നുള്ളതാണ്. അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മനസ്സിൽ ഒരാള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞാൽ അതോടുകൂടി ആ ബിസിനസ് തീർന്നു, നമ്മൾ അടുത്ത ആളെ തിരയാന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്പോൺസറിങ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെ സ്പോൺസറിങ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയെ വളർത്തി വലുതാക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം സ്പോൺസറുടേതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, അനാഥാലയത്തിലെ കുട്ടികളെ പല ആളുകളും സ്പോൺസർ ചെയ്യും. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും സ്പോൺസറുടെ ഉത്തരവാദിത്വത്തിലാണ്, അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത്. ആ കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യുക, വളർത്തി വലുതാക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ടീമിലേക്ക് ഒരാളെ സ്പോൺസർ ചെയ്യുക എന്ന് പറയും. പക്ഷെ പലപ്പോഴും സ്പോൺസറിങ്ങിന്റെ അർത്ഥം നമ്മൾ മറന്നു പോവുകയാണ്. ഒരു വ്യക്തി ബിസിനസ്സിൽ കടന്നു വന്നാൽ പിന്നീട് അവരെ അടുത്ത സ്റ്റെപ്പിലേക്ക്, അവർ ഏത് രീതിയിൽ കടന്നു വന്നോട്ടെ, അവരെ അണ്ടർസ്റ്റാൻഡിങ് ജോയിനിങ്ങിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ്. ഒരു പക്ഷെ അവർ പറയുന്ന പോലെ രോഗാവസ്ഥയിലായിരിക്കാം ഉൽപ്പന്നം വാങ്ങിയിട്ടുള്ളത്, രോഗി അവിടെ ഉണ്ടാവാം, പക്ഷെ ആരോഗ്യമുള്ള മറ്റു വ്യക്തികൾ ആ വീട്ടിലുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കൂടെ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ ആ വ്യക്തിയെയോ ആ കുടുംബത്തിലെ ഒരു അംഗത്തെയോ അവിടുന്ന് ബിസിനസ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ സീരിയസ് ആയി ബിസിനസിനെ കുറിച്ച് അവരുമായി ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാം? തുടക്കത്തിൽ ഒരു പക്ഷെ ഈ പറയുന്ന മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ നമുക്ക് മടിയുണ്ടാവും. പല ആളുകളും പറയാറില്ലേ, നമ്മൾ ആ മാർക്കറ്റിംഗ് പ്ലാൻ വരച്ച് കാണിച്ചു കൊടുക്കാറില്ല, അതിന്റെ അനന്തമായ സാധ്യതയെ ബോധ്യപ്പെടുത്താറില്ല. ആദ്യം പ്രൊഡക്റ്റ് വാങ്ങട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആ സെയിൽസ് പോലും നഷ്ടപ്പെട്ടാലോ എന്നൊരു പേടി കൊണ്ടാണ് പല ആളുകളും പറയാത്തത്. ഓക്കെ, അവർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾ ഈ അവസരത്തെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ, നമ്മുടെ ഭാഷയില് ഒരു സെയിൽ കിട്ടി, ഇനി എന്തായാലും
അവർ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല നമ്മുടെ മൈൻഡില്. അവരെ വർക്കിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാലോ ആ ശ്രമം നമ്മൾ നടത്തും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കൊണ്ടുകൊടുക്കാൻ, അതായത് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം നമ്മൾ നേരിട്ട് അവരുമായിട്ട് ഇരിക്കുക, അവരുടെ വീട്ടിൽ പോയി ഈ പ്രൊഡക്റ്റ് നമ്മൾ കൃത്യമായിട്ട് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുമല്ലോ. ഉപയോഗിക്കേണ്ട രീതി കാര്യങ്ങളെല്ലാം പറഞ്ഞ്, എങ്ങനെ വെള്ളം കുടിക്കേണ്ട കാര്യങ്ങൾ, ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോരരുത്. അവിടുത്തെ സീരിയസ് ആയ ഒരു വ്യക്തിയെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത്, ഒരു പക്ഷേ ആ പ്രൊഡക്റ്റ് വാങ്ങിയ വ്യക്തി അവിടെ നിർബന്ധമില്ല, ചിലപ്പോൾ അച്ഛന് വേണ്ടിയിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവും, മകനുണ്ടാവും, അല്ലെങ്കിൽ മകളുണ്ടാവും, മരുമകനുണ്ടാവാം, മരുമകളുണ്ടാവാം, വൈഫ് ആവാം, ഹസ്ബൻഡ് ആവാം. അവിടുത്തെ ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്ത് അവരെ വിളിച്ചിരുത്തി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് സീരിയസ് ആയിട്ട് മുഖത്ത് നോക്കി, അവരുടെ മുഖത്ത് നോക്കി പറയാൻ നമ്മൾ ധൈര്യം കാണിക്കും. പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല എന്നുള്ളതാണ്. എന്നിട്ട് അവരോട് പറയാ, നിങ്ങൾക്ക് ഇങ്ങനെ 10 ID നമ്പർ ഇപ്പൊ ലഭിച്ചിട്ടുണ്ട്, ID നമ്പർ കാണിച്ചു കൊടുക്കും. വളരെ സിമ്പിൾ ആയിട്ട് അത് അവതരിപ്പിക്കണം, വളരെ സിമ്പിൾ ആയിട്ട്, വലിയൊരു ഗൗരവമുള്ള ഒരു കാര്യമായിട്ടല്ല. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ വലിയ ഇതിലേക്ക്, നമ്മള് ബാങ്കില് നമ്മളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ, ഇപ്പൊ ഈ ബയോട്ടോറി എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്നാണ് ഈ ഉൽപ്പന്നം എടുത്തിട്ടുള്ളത്. പല ആളുകൾക്ക് കമ്പനിയുടെ പേര് പോലും ചിലപ്പോ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ 10 ID നമ്പർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഇവിടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് തുറന്ന് കാണിച്ചു കൊടുക്കും, അവരുടെ വെബ്സൈറ്റ് തുറന്ന് കാണിച്ചു കൊടുക്കും. അപ്പോ തന്നെ അവർക്ക് അത് ഒരു അടുത്തൊരു ക്ലിക്ക് അവരിൽ ഉണ്ടാവും. കാരണം സീയിങ് ഈസ് ബിലീവിങ് എന്നാണ് പറയുന്നത്, കാണുന്നത് വിശ്വാസമാണ്. ആ ID നമ്പർ തുറന്ന് കാണിച്ചു, അവരുടെ വെബ്സൈറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് അവരോട് നമ്മൾ പറയണം, ആ ഡിസ്കഷൻ ഒരു സീരിയസ് ഡിസ്കഷൻ ആയിട്ട് മാറണം. എങ്ങനെ? നാട്ടിലെ പൊതുകാര്യങ്ങൾ ചെറിയ രീതിയിൽ, വല്ലാണ്ട് രാഷ്ട്രീയത്തിലേക്കും മറ്റുള്ള കാര്യത്തിലേക്കല്ല, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ആ ചർച്ച? അവരെ സാമ്പത്തികമായ ഒരു കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരണം. അടിസ്ഥാനപരമായി അവരുടെ നീഡ്സ്, ആവശ്യങ്ങളും പ്രോബ്ലംസ്, നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് കൃത്യമായിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ എങ്ങനെ പോകണു ജോലി കാര്യങ്ങള്, മറ്റുള്ള കാര്യങ്ങള്? ഭൂരിഭാഗം ആളുകളും, സാധാരണക്കാര് പറയുന്നൊരു വാചകം, തട്ടിയും മുട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ബുദ്ധിമുട്ടിലാണ്, അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഈ വാക്കാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നൊരു വാക്ക്. ഈ കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രവർത്തനം നമ്മൾ തുടങ്ങും അവിടെ. അതായത് ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. കസ്റ്റമർ മൈൻഡ് സെറ്റിൽ നിന്നും ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റിലേക്ക് അവരെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പണി. അതിന് അവരുടെ നീഡ്സ് ആൻഡ് പ്രോബ്ലം, ലോൺ ഉണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ ചെലവ് ആവശ്യമാണ്, ആ വീടിന്റെ പണിയൊന്ന് കഴിക്കണം, എന്റെ വാഹനം മാറണം, ഇങ്ങനെയൊക്കെയുള്ള പലരുടെയും പല ആവശ്യങ്ങളായിരിക്കും. അവരോട് നമ്മൾ വ്യക്തമായിട്ട് പറയണം, ഇന്നത്തെ ഈ ലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷണൽ ഇൻകം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലായാൽ നമുക്ക് പറയാൻ പറ്റും. ഒരു അഡീഷണൽ ഇൻകം, അധിക വരുമാനം എനിക്കും നിങ്ങൾക്ക് ആവശ്യമാണ്. ഞാനിവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് വലിയ രീതി ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ കമ്പനി നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഈ ഉൽപ്പന്നം വാങ്ങിയതോടുകൂടി ഈ കമ്പനിയിലെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറി. നമ്മൾക്ക് ഒരുമിച്ച് ഇതിനൊരു ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് ഈ ഉൽപ്പന്നം മറ്റുള്ള ആളുകളിലേക്ക് സെയിൽ ചെയ്താൽ എന്നൊരു വാക്ക് ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം സെയില് ആൾക്ക് ഇഷ്ടമുള്ള വാക്കല്ല. ഈ ഉൽപ്പന്നം മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്താൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ, അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. ഈ വാചകം അവർക്ക് ഇട്ട് കൊടുക്കണം. അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് ഒരു അധിക വരുമാനം, അഡീഷണൽ ഇൻകം കിട്ടുന്നതിൽ വിരോധമില്ലല്ലോ.
ആരാണ് വിരോധം ഉണ്ടെന്ന് പറയാ? നമ്മൾ നേരെ തിരിച്ചാ ചോദിക്കണമെങ്കിലോ, നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടാൻ ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചാൽ ചില ആളുകൾ പറയും ഏയ് എനിക്ക് ഉള്ള പണി തന്നെ മതി എന്ന് പറയും. കാരണം അങ്ങനെ ചോദിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് വരുമാനം കിട്ടണമെങ്കിൽ വേറെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിന് പകരം നമ്മൾ ചോദ്യം, അവർ പറയുന്ന ഉത്തരം നോ തന്നെയാണ്, പക്ഷെ നമുക്കത് യെസ് ആവണം. ആ രീതിയിൽ വേണം ചോദിക്കാൻ. നിങ്ങൾക്ക് അധിക വരുമാനം ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നോ, വേണ്ടാന്ന് തന്നെ പറയും. അതിന് പകരം ഇങ്ങനെ മാറ്റി ചോദിക്കുക, ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്നതിൽ വിരോധമുണ്ടോ? നിങ്ങൾക്ക് അധിക വരുമാനം കിട്ടുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോഴും അവർ നോ എന്ന് പറയും. മനുഷ്യൻ നോ പറയാനാണ് താല്പര്യം. അത് സൈക്കോളജിയാണ്. അവരുടെ നോ നമുക്കിപ്പോ യെസ് ആണ്. അധിക വരുമാനം കിട്ടുന്നതിൽ വിരോധം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കമ്പനിയുടെ മാർക്കറ്റ് പ്ലാൻ ഒന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളായി നമ്മൾ ആ ജീനിയസ് ഇങ്ങനെ 2 ഗ്രൂപ്പുകളെ ബിൽഡ് ചെയ്യുന്നതും ആ ഗ്രൂപ്പുകളിൽ നടക്കുന്ന സെയിൽസിന് ആനുപാതികമായിട്ട് നമുക്ക് അവയർനെസ് ബോണസ് കിട്ടുന്നതും ഫാമിലി ബോണസ് കിട്ടുന്നതും കൃത്യമായിട്ട് അവരെ വരച്ച് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഒരു ദിവസത്തെ ഇൻകം, ഒരാഴ്ചയിലെ ഇൻകം, ഒരു വർഷത്തെ ഇൻകം, 1 കോടി രൂപ വരെ സമ്പാദിക്കാനുള്ള ഒരു അവസരം, ഇത് അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കണം. എന്നിട്ട് നമ്മൾ തന്നെ പറയണം, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടാവുന്നില്ല. എനിക്ക് തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി നേരിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ചത്. നിങ്ങൾ അങ്ങോട്ട് വരണം എന്നല്ല നിങ്ങൾ പറയേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഒരുമിച്ച് പോയി ആ പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്യാം. നമ്മൾക്ക് ഒരുമിച്ച് പോയി ആ പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്യാം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പലപ്പോഴും റിജക്ഷൻ ഉണ്ടാക്കുന്നത്. നമുക്ക് പലപ്പോഴും അറിയാം ആളുകൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുക. ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞാൽ അവർ വരല് സാധ്യത കുറവായിരിക്കും. അപ്പൊ നമ്മൾ തിരിച്ച് നമുക്ക് ഒരുമിച്ച് പോയി അറ്റൻഡ് ചെയ്യാം. നമ്മുടെ സുഹൃത്താവും ബന്ധുവാവും. ഇന്ന ദിവസം ഇന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് ഒരുമിച്ച് എന്റെ വാഹനത്തിൽ പോകും. അവർക്ക് അതിനുള്ള സൗകര്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പൊ ഒരു പക്ഷെ അവർ പറയാം അന്ന് തിരക്കാണ്, അല്ലെങ്കിൽ അന്ന് എനിക്ക് ജോലിയുണ്ട്, അപ്പൊ അടുത്തൊരു പ്രോഗ്രാം ഫിക്സ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഡ്യൂട്ടി കസ്റ്റമറായ വ്യക്തിയെ ഡിസ്ട്രിബ്യൂട്ടറാക്കി മാറ്റാനുള്ള ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത്, നിങ്ങൾ അവരുടെ വീട്ടിൽ പോയിരുന്നുകൊണ്ട് ഈ ഉൽപ്പന്നത്തിന്റെ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഉപയോഗ രീതികൾ വിവരിച്ചു കൊടുത്തതിന് ശേഷം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് പ്ലാൻ അവർക്ക് വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയെ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് ആ കസ്റ്റമർ നമുക്ക് നെഗറ്റീവായിട്ട് മാറുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ കസ്റ്റമർ നാളത്തെ ബിസിനസ്സുകാരനാണ്. അവർക്ക് ആ ഉൽപ്പന്നത്തിൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നമുക്കൊരു ബിസിനസ്സുകാരനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അവർക്ക് റിസൾട്ട് കിട്ടുന്നവരെ അവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമ്മൾ ഫീൽഡിൽ ചെല്ലുമ്പോൾ ഇപ്പൊ പല സ്ഥലത്തും കാണുന്നത്, പല വ്യക്തികളും നമ്മൾ ഈ ഉൽപ്പന്നത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് ഞങ്ങൾ 2-3 കൊല്ലം മുമ്പ് വാങ്ങിയിട്ടത് കട്ടപ്പുറത്ത് ഇരിക്കുന്നതാ പറയാ, മടക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പല ആളുകളും കൊടുത്ത വ്യക്തികൾ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാറില്ല. നമ്മൾ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് ഈ ബയോട്ടോറിയത്തിന്റെ ഗോസ്റ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രേതങ്ങൾ സൃഷ്ടിക്കുകയാണ്. എങ്ങനെയാണ് പ്രേതങ്ങളായിട്ട് മാറുന്നത്? ഉൽപ്പന്നം കൊടുത്തു, ഫോളോ അപ്പ് ഇല്ല, അവർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല, അവർ മടക്കിയെടുത്ത് വയ്ക്കുന്നു. പിന്നീട് തൊട്ടടുത്ത വീട്ടിലോ അവർ തൊട്ടടുത്ത ബന്ധുവിനോ നമ്മളെ ഈ ഉൽപ്പന്നം പരിചയപ്പെടുത്താനായി പുതിയൊരു വ്യക്തി അവിടെ വരുമ്പോൾ അവർ പ്രേതങ്ങളായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും. ഇത് നേരെയാവില്ല, ഇത് റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ ഇത് ഗുണമുള്ളതല്ല എന്ന് അവർ തന്നെ പറയും. കാരണം ഞാൻ വാങ്ങിയതാണ്, എനിക്ക് ഗുണം കിട്ടിയില്ല. അപ്പൊ നമ്മളായിട്ട് ഒരു പുതിയൊരു ഗോസ്റ്റിനെ സൃഷ്ടിക്കരുത്. നിങ്ങളൊരു സ്ഥലത്ത് ഉൽപ്പന്നം കൊടുത്താൽ കൃത്യമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഉൽപ്പന്നത്തിൽ റിസൾട്ട് കിട്ടുന്നുണ്ടോ? ഇനി അതോടൊപ്പം തന്നെ അവരെ പതുക്കെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണം. ഒരു വ്യക്തി കസ്റ്റമറായ വ്യക്തികളല്ല ആയവരെ തന്നെയാണ് ഈ ബിസിനസ് സീരിയസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സായി മാറിയിട്ടുള്ളത്. ഈ കസ്റ്റമേഴ്സായ ആളുകളെ
അവർ മാറുകയല്ല, നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അവർ മാറുകയല്ല, അവരെ മാറ്റുകയാണ് ചെയ്തത്. അത് നിരന്തരമായ ഒരു പ്രോസസ്സാണ്. ചില ആളുകൾ പറയും അവന്റെ മുമ്പിലേക്ക് പോകണ്ടാവും നമ്മൾ ബ്രെയിൻ വാഷ് എന്ന് പറയും. നമ്മളെ കാണുമ്പോൾ ചില ആളുകൾ ഓടി മാറാറുണ്ട്. അവർ പറയുന്ന വാചകമാണ് ബ്രെയിൻ വാഷ് ചെയ്യുക, തലച്ചോറിനെ കഴുകി മാറ്റും. അതായത് അവരുടെ ഉള്ളിലുള്ള ആശയങ്ങളെ തുടച്ചു മാറ്റി നമ്മളുടെ പുതിയ സിം നമ്മളവിടെ അവരുടെ തലയിൽ അവരുടെ ബ്രെയിനിൽ ഫിറ്റ് ചെയ്യും. അതൊരു കഴിവാണ്, നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഇത് അവരെ നശിപ്പിക്കാനല്ലോ, നല്ലതിന് വേണ്ടിയിട്ടല്ലേ. നമ്മൾ തീവ്രവാദി ആവാനല്ലോ പറയുന്നത്. നമ്മൾ പറയുന്നത് ഒരു വെൽനെസ് കൺസൾട്ടന്റ് ആവാനാണ്, ഒരു ബിസിനസ്സുകാരനാവാനാണ്. അതിന് നിങ്ങൾ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുക തന്നെ വേണം. അതങ്ങനെയാണെന്ന് തോന്നാത്ത രീതി. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം അവരുമായി സംസാരിച്ച് അവരെ ഏറ്റവും അടുത്ത ഒരു പ്രോഗ്രാമിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവർ പ്രോഗ്രാമിൽ എത്തിക്കുമ്പോൾ, അതായത് നമ്മൾ വീണ്ടും പറയുന്നു, കൂടെ കൂട്ടിക്കൊണ്ടുവരണം. ഇന്ന ഡേറ്റ് പറഞ്ഞു, സമയം പറഞ്ഞു, ഒരു പക്ഷെ അവർ മറന്നു പോയിട്ടുണ്ടാവാം. നമ്മൾ അരമണിക്കൂർ മുമ്പേ ചേർന്ന് ഒരു പക്ഷെ അവരെ കുളിപ്പിച്ച് പൊട്ടു തെളിച്ചു കൊണ്ടേണ്ടി വരും. വാഹനം അറേഞ്ച് ചെയ്യണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ അങ്ങോട്ട് വരാൻ പറഞ്ഞാലൊന്നും വരില്ല. നമ്മൾ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരണം. നമ്മുടെ പ്രോഗ്രാമിന്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ അല്ലെങ്കിൽ തൊട്ട് പിന്നിലെ സീറ്റിലെങ്കിലും നിങ്ങൾ അവരെ ഇരുത്തണം. അവരുടെ കൂടെ നിങ്ങൾ സീരിയസ് ആയിട്ടിരിക്കണം. അവർ മുമ്പ് കണ്ടത് നമ്മളെ മാത്രമാണ്. ഇവിടെ വന്ന നൂറുകണക്കിന് ആളുകളെ കാണും, വ്യത്യസ്തരായ ആളുകളെ കാണും, വ്യത്യസ്ത ഏജിലുള്ള, വ്യത്യസ്ത ഈ പറഞ്ഞ പോലെ സ്ത്രീകള്, പുരുഷന്മാര്, അങ്ങനെ വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, അങ്ങനെ പല ഡ്രസ് കോഡിലുള്ള, പല വ്യത്യസ്തരായ വണ്ണം കൂടിയൊരു വണ്ണം കുറഞ്ഞവരൊക്കെ ആളുകൾ കാണും. അപ്പൊ അവരുടെ ഉള്ളിൽ ആദ്യത്തെ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും, ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ, ആളുകൾ കുറെ ഉണ്ടല്ലോ. അതിനുശേഷം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. MC അതിമനോഹരമായി പ്രസന്ററെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മള് അവിടെ ഇവരുടെ തൊട്ടടുത്ത് ഇരുന്നുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് പ്രോഗ്രാമിൽ മുഴുകുകയാണ്. അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ നമ്മുടെ ഫോൺ സൈലന്റിൽ ഇടുന്നു. അപ്പോൾ അവരും ആ ഫോൺ സൈലന്റിൽ ഇടുന്നു. അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്താൽ അവരും ഇതേ കാര്യം ചെയ്യുന്നു. പ്രോഗ്രാം നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് വ്യക്തതയില്ലാതെ പോകും. അങ്ങനെ ഈ പറയുന്ന കമ്പനിയും ഉൽപ്പന്നങ്ങളും ഈ പ്ലാനും അവിടെ കൃത്യമായിട്ട് അവർ കേൾക്കുക. ഒരു പക്ഷേ നമ്മുടെ റീപർച്ചേസ് പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് ഞാനും നിങ്ങളും ഞെട്ടിയതുപോലെ അവരും ഞെട്ടും. എന്താണ്? ഒരു ദിവസം 44,10,000 രൂപ, ഒരു വർഷത്തിൽ 161 കോടി രൂപ. ഇത് അവിശ്വസനീയമാണ്. തീർച്ചയായിട്ടും ഇത് അവരുടെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടാകും. പ്ലാൻ പ്രസന്റേഷന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇരിക്കണം. ഈ കണ്ട പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കാര്യങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത കിട്ടാനുണ്ടോ? മാർക്കറ്റിംഗ് പ്ലാനിന്റെ കാര്യത്തിലോ ഏതെങ്കിലും കാര്യത്തിൽ ചില ആളുകൾ ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറയും, ചില ആളുകൾ തുറന്നു പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ അവർ പറഞ്ഞാൽ ആ ഡൗട്ടുകൾ പൂർണ്ണമായും നമ്മൾ ക്ലിയർ ചെയ്യണം. ഇവിടെ പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം, പുതിയ ആളെ കൊണ്ടുവന്ന വ്യക്തി പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ധൃതിയാണ് അവർക്ക് പോകാനായിട്ട്. ആ വന്ന കസ്റ്റമറേക്കാൾ ധൃതി കൂടുതലുള്ള ഡിസ്ട്രിബ്യൂട്ടർക്കാണ്. അവിടെ നമ്മൾ അവരുമായി ചെലവഴിക്കുന്ന സമയം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കി തരാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ ആ സമയത്ത് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടിയാവണം നമ്മൾ അവരോട് പെരുമാറേണ്ടത്. അതിനുശേഷം ഡൗട്ടുകൾ ക്ലിയർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള ലീഡേഴ്സിനെ പരിചയപ്പെടുത്തുക. പ്രത്യേകിച്ച് അവരുടെ സമാനമായ സാഹചര്യമുള്ള വ്യക്തികൾ ഈ ബിസിനസ്സിൽ വിജയിച്ചവരുണ്ടെങ്കിൽ, ആ കൂട്ടത്തിൽ ഇരുന്നെങ്കിൽ അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. പ്രത്യേകിച്ച് ഒരു റിട്ടയർഡ് പേഴ്സൺ ആണെങ്കിൽ റിട്ടയർഡായി ഈ ബിസിനസ്സിൽ വന്ന് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കും. വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ഇൻകം അവരെ ഷോ ചെയ്യണം. ഷോ യുവർ ഡോക്യുമെന്റ്സ്.
500, 450, 440 എത്ര ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ സംഖ്യ അവരെ ഷോ ചെയ്യും. നിങ്ങളുടെ അപ്ലയൻസിന്റെ ഇൻകം അവരെ കാണിച്ചു കൊടുക്കണം. എന്തിനു വേണ്ടി? അവർക്ക് ഈ ബിസിനസ് കൺസെപ്റ്റിൽ വിശ്വാസം വരുന്നതിന് വേണ്ടി, അവർ ഈ ബിസിനസിനെ വിശ്വാസത്തിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ എനിക്കും വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്, അർഹതയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ വ്യക്തികളെ മാത്രമല്ല നമ്മൾ വീഡിയോ കാണിച്ചു കൊടുക്കേണ്ടത്, അച്ചീവ്മെന്റുകൾ ഷോ ചെയ്യണം. അച്ചീവ്മെന്റുകൾ ഷോ ചെയ്യണം. നിങ്ങൾ കിട്ടിയ ഇൻകം, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റുകൾ, ഫോട്ടോസ്, ഏതെങ്കിലും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായി ബന്ധപ്പെട്ട മെയിൻ ഇവന്റുകളുടെ വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു കൊടുക്കണം. കാരണം അവരിലെ കസ്റ്റമറെ നമുക്ക് പതുക്കെ ബിസിനസ്സുകാരിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഈ വർഷത്തിൽ 1 കോടി അല്ലെങ്കിൽ 160 കോടിയുടെ ആ പ്ലാൻ എനിക്കും വർക്ക് ചെയ്യാൻ സാധിക്കും, എനിക്കും അത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു 10% അവന്റെ ഉള്ളിലേക്കുള്ള ഒരു ബോധ്യം അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ആ പ്രോഗ്രാം വിജയിച്ചു എന്ന് തന്നെ പറയാം. അതിനുശേഷം അവരുമായിട്ട് ഒരു ചായ നിങ്ങൾ കുടിക്കണം. മസാല ദോശ ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ലേ, ഒരു ചായ ഏറ്റവും അടുത്തൊരു സ്ഥലത്ത്, അത് അവിടെ വേറെ ആരും വേണ്ട, നിങ്ങളും ആ കസ്റ്റമറും മതി. വേണമെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ ഉണ്ടായാൽ നല്ലത്. എന്നിട്ട് അവരോട് സംസാരിക്കണം കൃത്യമായിട്ട്. ഇതൊരു സാധ്യതയാണ്. ഞാൻ ഈ സാധ്യത 100% ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്റെ ഫ്യൂച്ചർ, എന്റെ ഭാവി ഞാൻ ഇതിലൂടെയാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ അവിടെ പറയണം. ഞാൻ ഇതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ആഗ്രഹിക്കും. എന്റെ മാസ വരുമാനം ഈ 6 മാസത്തിനുള്ളിൽ, 1 വർഷത്തിനുള്ളിൽ ഇത്രയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ അതുകൊണ്ട് ഇതിനെ സീരിയസ് ബിസിനസ് ആയിട്ടാണ് ഏറ്റെടുത്തത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്കും ആവശ്യങ്ങളുണ്ട്. നമ്മൾക്കൊരുമിച്ച് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ അവിടെ ഒരു ഉറപ്പ് കൊടുക്കണം. ഉറച്ചു നിന്ന് ഉറപ്പ് കൊടുക്കണം. ഉറച്ചു നിന്ന് ഉറപ്പ് കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കൊടുക്കുന്ന ആ ഉറപ്പാണ് അവരിൽ അടുത്ത ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കും. പലപ്പോഴും നമ്മൾ പറയുന്ന വാചകം, നീ പറ്റുന്നുണ്ടെങ്കിൽ നോക്ക്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയുള്ള ലൂസ് ടോക്കുകൾ ഉണ്ടാവരുത്. ഉറച്ചു നിന്ന് ഉറപ്പ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കസ്റ്റമറെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടറാക്കി മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്പോൺസറുടെ അപ്ലൈന്റെ സപ്പോർട്ടാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, അദ്ദേഹത്തിന്റെ ഉറപ്പാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ തോതാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ധൈര്യമായിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. ഞാനുണ്ട് നിന്റെ കൂടെ, നമ്മുടെ ടീമുണ്ട് നമ്മുടെ കൂടെ, സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്. ഇന്ന ദിവസത്തിനുള്ളിൽ, ഇന്ന മാസങ്ങൾക്കുള്ളിൽ, ഇന്ന വർഷങ്ങൾക്കുള്ളിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും. നേടിയ 100 കണക്കിന് ആളുകളുണ്ട്. ഈ കാര്യങ്ങൾ അവർക്ക് നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കും. ഇതില് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യും. നമുക്കറിയാലോ, ഏത് കാര്യമാണെങ്കിലും അതിനൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു, അതിന്റെ ഒരു ഭാഗമാണ്. നാളെ രാവിലെ മുതൽ അവിടെ ബലം പിടിക്കരുത്. പറ്റുമെങ്കിൽ നമ്മളുടെ സൂം ഒന്ന് അറ്റൻഡ് ചെയ്യാം. കാരണം ചില ആളുകൾ നേരം വൈകി എണീക്കുന്ന ആളുകളുണ്ട്. അവരുടെ തുടക്കത്തിൽ കംഫർട്ട് സോണിനെ പൊളിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നെങ്കിൽ അവർ റിജക്ട് ചെയ്യും. അത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്ലാനാണ്. നമ്മുടെ ഉപബോധ മനസ്സിന് കംഫർട്ട് സോൺ പൊളിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ സ്മൂത്ത് ആയിട്ട് വേണം സൂം മീറ്റിംഗിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ എല്ലാ ആഴ്ചയിലും പ്രോഗ്രാം ഉണ്ട്. എന്നിട്ട് പറയണം, നമുക്ക് നമ്മുടെ വീട്ടില് കുറച്ച് ആളുകളെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ഈ അവസരം ഒന്ന് പരിചയപ്പെടുത്താം.
അതില് ഉൽപ്പന്ന ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവാം, നമ്മളെ പോലെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള വ്യക്തികൾ ഉണ്ടാവാം. ആ വ്യക്തിക്ക് ഒരു കടബാധ്യതയുള്ള വ്യക്തിയാണെങ്കിൽ അവരോട് അത് പ്രൊജക്ട് ചെയ്യണം. നമ്മുടെ ഈ കടബാധ്യതകൾ 100% ഈ ബിസിനസ്സിലൂടെ ഒരു 3 വർഷമോ 2 വർഷമോ 3 വർഷം കൊണ്ടോ 100% നമുക്കത് വീട്ടെടുക്കാം. നമുക്ക് പേഴ്സണൽ ആയിട്ട് ആ വ്യക്തിയെ അറിയാമെങ്കിൽ കൃത്യമായിട്ട് സംഖ്യ കാര്യങ്ങൾ പറയേണ്ട, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ല, പോസിറ്റീവായ രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റും. ആ വ്യക്തിയുടെ ദിവസങ്ങളായി മാസങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും എങ്ങനെയെങ്കിലും ആ കടബാധ്യത ഒന്ന് തീർക്കുക എന്നുള്ളത്. ഞാൻ ഈ ഇൻഡസ്ട്രിക്ക് കടന്നു വരാൻ ഇൻഡസ്ട്രി ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്ന ആളല്ല, നല്ലതാണെന്ന് അറിഞ്ഞിട്ടും വന്നതല്ല. എന്റെ കടം വീട്ടാൻ പറ്റുമെന്നുള്ള എന്റെ അപ്ലൈന്റെ സ്പോൺസറുടെ ആ വാചകമാണ്. നിന്റെ കടബാധ്യത എത്ര ലക്ഷങ്ങളായിക്കോട്ടെ അത് ഈസി ആയിട്ട് ഈ മേഖലയിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയും. അങ്ങനെ ഒഴിവാക്കി ആയിരക്കണക്കിന് ഇവിടെ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ആ അപ്ലൈൻ സ്പോൺസർ എനിക്ക് തന്ന ഒരു ഉറപ്പാണ്. ഈ മേഖലയെ കുറിച്ച് പഠിക്കാനും ഇതിലേക്ക് ഇറങ്ങി ചെല്ലാൻ എന്നെ പ്രേരിപ്പിച്ചേക്കണം. ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള അവരുടേതായ ഒരു നീഡ്, അവരുടെ ഒരു ആവശ്യം. ആ നീഡ്സ് ആൻഡ് പ്രോബ്ലത്തിനുള്ള പരിഹാരമാണ് ഈ ബിസിനസ് അവസരം എന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ബിസിനസ്സിലേക്ക് സീരിയസ് ആയിട്ട് വരും. അവർ ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾക്ക് ആർക്കും സമയമില്ലാത്ത ആളുകളാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. അപ്പൊ ഈ 24 മണിക്കൂർ നമ്മൾ എവിടെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് പ്രാധാന്യം തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങൾക്ക് എല്ലാം 24 മണിക്കൂറുള്ളൂ. ഭൂരിഭാഗം ആളുകളും പറയുന്ന ഒരു മറുപടിയാണ് സമയമില്ല. അവർക്ക് 24 മണിക്കൂർ സമയമുണ്ട്. ആ സമയത്തെ അവർക്ക് ഇമ്പോർട്ടൻസ് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ ഈ ബിസിനസ് അവർക്ക് ഇമ്പോർട്ടന്റ് പ്രാധാന്യമായിട്ട് തോന്നിയാൽ, പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അവർ അവരുടെ 24 മണിക്കൂറിൽ നിന്ന് കുറെ അധികം സമയം ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അവർക്ക് ഇത് ഇമ്പോർട്ടൻസ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്, അവരെ ഇതിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. നിങ്ങളിലൂടെയാണ് ഒരു കോടീശ്വരൻ ജനിക്കുന്നത്. നിങ്ങൾ തുടക്കത്തിൽ കൊടുക്കുന്ന ഒരു ഉറപ്പ് അത് വളരെ വളരെ വലുതാണ്. അവിടെ ലൂസ് സ്റ്റോക്കുകൾ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് കൊടുക്കണം. ഞാനുണ്ട് നിന്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. ഈ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് വരെ നിങ്ങളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ കോടീശ്വരനാക്കി തരാമെന്ന്? ലൈഫിൽ ഈ ബിസിനസ്സിൽ മാത്രമായിരിക്കും നിങ്ങളോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ കോടീശ്വരനാക്കി തരാം. ഡയറക്ട് സെല്ലിൽ മാത്രമേ അത് പറയാൻ കഴിയൂ. ആ ഒരു വാചകം, അത്തരത്തിലുള്ള വാചകങ്ങൾ തീർച്ചയായിട്ടും അവരുള്ളിലെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. ഒരു പോസിറ്റീവ് ഡിസിഷനിലേക്ക് അവർ വരും. ശ്രമിക്കാം എന്നുള്ള രീതിയിലേക്ക് അവരെത്തും. അങ്ങനെ ആ മൈൻഡ് സെറ്റിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മൾ നടത്തണം. അവരോട് പറയണം, ഒരു കുറച്ച് ആളുകൾ ഈ ബിസിനസിന്റെ അറിയാലോ, റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ആളുകളാണ്. ആ ലിസ്റ്റ് മേക്കിംഗ് എന്ന് പറയുന്ന ആ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തണം. ബോധപൂർവം അല്ലാതെ ഒരു ലിസ്റ്റ് അവരെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് തോന്നാത്ത രീതിയിൽ ഉണ്ടാക്കും. നമുക്ക് ഇന്ന ആൾക്കാരെ കാണാം, അവരുടെ പരിചയക്കാരെ ഒരു പക്ഷെ നമുക്ക് അറിയാം. അല്ലെങ്കിൽ അവരോട് ചോദിക്കണം, നിങ്ങളുടെ പരിചയത്തില് അടുത്ത സുഹൃത്തുക്കളില് ഇതുപോലെ കടബാധ്യതയുള്ള ആളുകൾ, വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾ, ഒരു 4-5 പേര്, കുറച്ച് ബന്ധുക്കളുടെ പേര്, കുറച്ച് സുഹൃത്തുക്കളുടെ പേര്, കുറച്ച് അയൽപ്പക്കാരുടെ പേര്, അതൊക്കെ നമ്മൾ പറയിപ്പിക്കുക. നമ്മളത് പറ്റുമെങ്കിൽ അവര് ഒരു പക്ഷെ ആദ്യത്തെ തവണ നോട്ട് ചെയ്യണമെന്നില്ല, നമ്മളത് നോട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യണം, ഈ പറയുന്ന ആളുകളിൽ നിന്ന് 5-10 ആളുകളെ നമുക്ക് വീട്ടിലേക്ക് ഒന്ന് ക്ഷണിക്കാം. ഒരു ഹോം മീറ്റിംഗ് അവിടെ ഫിക്സ് ചെയ്യിക്കാൻ പറ്റണമെങ്കിൽ ദ ബെസ്റ്റ്. അല്ലെങ്കിൽ ഈ പറയുന്ന സെലക്ട് ചെയ്ത ആളുകളെ 4-5 ആളുകളെ നമുക്ക് പോയി നേരിട്ട് കാണാം. ഞാൻ വരാം, ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് പോകാം. അല്ലെങ്കിൽ പറയണം, അന്ന് മീറ്റിംഗിൽ കണ്ട ഒരു അപ്ലൈനെയും കൂടി നമുക്ക് സപ്പോർട്ടിനായി ക്ഷണിക്കുക. അദ്ദേഹം വരും നമ്മളെ സഹായിക്കാൻ. പല ആളുകളും ഈ ബിസിനസ്സിൽ കടന്നു വരാത്തത്, ഞാനിത് മറ്റൊരാളോട് പറയണ്ടേ, എനിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ.
ആ പേടി അവരെ മാറ്റി കൊടുക്കണം. പ്രത്യേകിച്ച് സ്ത്രീകള്. ഈ പരിചയക്കാരൊക്കെ കുറെ ഉണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ ഇത് മറ്റൊരാളോട് പറയാം? അപ്പൊ അവരോട് നമ്മൾ കൊടുക്കേണ്ട ഉറപ്പ്, തുടക്കത്തിൽ നിങ്ങൾ പറയണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറയും, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറയും. നിങ്ങൾ ആളുകളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മതി. അവരെ അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി. നമുക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ മതി. ഒരു 10 പേരെ നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീനിയർ സൈഡിലും വിന്നർ സൈഡിലും, അതായത് ക്രൈറ്റീരിയ നമ്മൾ ഈ 10 പേരിൽ നിന്ന് അച്ചീവ് ചെയ്യാം. ഞാൻ അച്ചീവ് ചെയ്യാം. ആദ്യത്തെ വരുമാനം 6500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഈ ആഴ്ച തന്നെ വരുത്താം. ചെറിയൊരു ഗോള് സെറ്റ് ചെയ്യണം. ക്രൈറ്റീരിയയെ കുറിച്ചുള്ള ഒരു ഗോള് എന്താണ് ക്രൈറ്റീരിയ ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്യണം. 150 രൂപയുടെ ബിസിനസ് വരണം, 2 ഡയറക്ടർ റഫർ വരണം. നമ്മുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നാട്ടുകാരെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ആളിൽ നിന്നും നമ്മൾ അത് കണ്ടെത്തി തരും, ഞങ്ങൾ കണ്ടെത്തി തരും. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ആളുകളെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ വീട്ടിൽ പോയി കാണും. അതിനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നാൽ നമ്മുടെ വണ്ടിയിൽ പോവാം, നമുക്ക് ഒരുമിച്ച് പോവാം, ഞങ്ങൾ സംസാരിച്ചോളാം. അവരുടെ ജോലി ഭാരം കുറച്ചു കൊടുക്കുക. റിസ്ക് നമ്മൾ ഏറ്റെടുക്കും. എപ്പോൾ? തുടക്കത്തിൽ, ജീവിതകാലം മുഴുവനല്ല. നമ്മൾ കൃത്യമായിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കണം. നിങ്ങളിത് തന്നെ പറയുന്ന സാഹചര്യം വരെ, ഇതിന് കഴിവ് ഉണ്ടാകുന്നവരെ നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, സഹായിക്കും. ഇതെന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഒന്നില്ലെങ്കിൽ നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ, അല്ലെങ്കിൽ ബന്ധുവല്ലേ, നമ്മൾ ഇത്ര വർഷം പരിചയമുള്ള ആളുകളല്ലേ. നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടുന്ന ഒരു രസകരമായ വലിയ സന്തോഷമുള്ള ഒരു കാര്യം. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ട് ഇൻഫർമേഷൻസ്, ഞാൻ വീണ്ടും പറയുന്നു, ലൂസ് ടോക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് അവരെ ഈ മൈൻഡ് സെറ്റിൽ, ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. അങ്ങനെ അവരെ 1-to-1കളിലും ഹോം മീറ്റിംഗും നമ്മൾ ഫിക്സ് ചെയ്യുന്നു. 100% നടക്കണം ഒരു നിർബന്ധമില്ല. അവരെ കുറ്റപ്പെടുത്തരുത്. ഹോം മീറ്റിംഗ് വിളിച്ചു, ചിലപ്പോൾ ആരും 1-2 വ്യക്തികൾ വന്നിട്ടുണ്ടാവുള്ളൂ. നോ പ്രോബ്ലം, അതൊരു 1-to-1 ആയിട്ട് മാറാം. അവരെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ ചെയ്തത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ജോലിയാണ്. നിങ്ങൾ തുടക്കം ഭംഗിയായി കഴിഞ്ഞു, ഇനി നമ്മൾ വിജയിക്കാൻ പോവാണ്. പോസിറ്റീവ് മെസ്സേജ് മാത്രം കൊടുക്കും. വന്ന ആളെ കൃത്യമായിട്ട് നമ്മൾ 1-to-1 കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഹോം മീറ്റിംഗ് ആണെങ്കിൽ ഹോം മീറ്റിംഗ് ഏറ്റവും മനോഹരമായി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അവരുടെ ജീനിയർ സൈഡിലും വിന്നർ സൈഡിലും സെയിൽസ് എടുക്കാൻ, പുതിയ വ്യക്തികളെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. ആദ്യത്തെ ശ്രമത്തിൽ നടന്നില്ലെങ്കിൽ എനിക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഞാനും പരാജയപ്പെട്ടതാണ്. തുടർച്ചയായി പരിശ്രമിച്ചപ്പോഴാണ് ഞാൻ ഇന്നത്തെ നിലയിലേക്ക് മാറിയത്, വിജയിച്ചത്. ഡോണ്ട് വറി, ഞാനുണ്ട് കൂടെ, നമ്മളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ. ഈ ഉറപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവരുടെ ഓരോ തളർച്ചയിലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവർ തുടക്കത്തിൽ വളരെ പരിഭ്രാന്തരാവും. അയൽപ്പക്കക്കാര്, നാട്ടുകാര്, വീട്ടുകാരൊക്കെ ഒരു പക്ഷേ ഇത് എതിർക്കുന്നുണ്ടാവാം. ഈ പരിപാടി വേണ്ട, ഇത് ശരിയല്ല, ഇത് വന്നു, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഇൻഫർമേഷൻ അവർക്ക് വരുന്നുണ്ടാവാം. ആ നെഗറ്റീവ് ഇൻഫർമേഷനെ നമ്മളുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ സാമീപ്യം കൊണ്ട്, നമ്മുടെ ഫോളോ അപ്പ് കൊണ്ട് നമ്മൾ പോസിറ്റീവായി അവരെ നിലനിർത്തും. അവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ, മാക്സിമം 2 ആഴ്ച എന്ന് പറയും തെറ്റാണ്, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യിപ്പിക്കലായിരിക്കണം നമ്മുടെ പണി. നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്താൽ അവരെ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുന്നവരെ അവരെ വിടാതെ പിന്തുടരണം. അപ്പൊ ക്രൈറ്റീരിയ കഴിഞ്ഞാൽ തുടരുന്നതാണോ? അല്ല. ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുന്നവരെ ഒരു തരത്തിലും വേറൊരു ശ്രദ്ധ കൊടുക്കരുത്. ഇന്ന് ഈ പറയാൻ സാധാരണ നാട്ടുകാർ പറയും, പ്രായമായ ആൾക്കാർ പറയും, ആ ആട് ഇല കടിക്കുന്ന പോലെ ആവരുത്. ഒരു ചെടിയുടെ തലയ്ക്ക് കടിച്ചു, പിന്നെ അടുത്ത ചെടിയുടെ തലയ്ക്ക് കടിച്ചു, അങ്ങനെ ആവരുത്. നമ്മൾ ടേക്ക് 1 ഫിനിഷ് 1, ഇതായിരിക്കണം നമ്മുടെ മെസ്സേജ്. നമ്മുടെ ജോലി അതാണ്. ടേക്ക് 1 ഫിനിഷ് 1. ഒരാളെ സെലക്ട് ചെയ്താൽ ആളെ ക്രൈറ്റീരിയ, അതുവരെ വേറൊരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യരുത്. ആ ക്രൈറ്റീരിയ ആവുന്നവരെ അവരുടെ ലിസ്റ്റ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ 1-to-1, അവരുടെ ഫോളോ A to Z കാര്യങ്ങൾ നിങ്ങൾ അതിന് ലീഡ് ചെയ്യണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്ലാൻ ഞാൻ വന്നു കൊടുത്തു,
ഫോളോ അപ്പ് നീ ചെയ്യ്. അവർക്ക് എന്ത് അറിയാനാണ്? അവര് പോയി എന്താണ് അവരോട് പറയാ? ആ കസ്റ്റമർ എന്തെങ്കിലും ഡൗട്ടുകൾ വീണ്ടും ചോദിച്ചാൽ ഇവർക്ക് മറുപടി കൊടുക്കാനുണ്ടാവില്ല. തീർച്ചയായും ഫോളോ അപ്പിന് സ്പോൺസർ സപ്പോർട്ട് ചെയ്തിരിക്കണം. A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അവരുടെ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു വരുമാനം വരുന്നവരെ, ഇനിയിപ്പോ ക്രൈറ്റീരിയ ഒരുമിച്ചല്ല, ആദ്യത്തെ സെയിൽ കിട്ടി 50 PV വാല്യൂ ആഡഡ് ആണ്, 2020 വന്നു, അല്ലെങ്കിൽ ആദ്യത്തെ 100 PV വന്നു, അല്ലെങ്കിൽ 25 PV വന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, എത്രയാണെങ്കിലും ആവട്ടെ, ഒരു സംഖ്യ, ഒരു മിനിമം എമൗണ്ട് ഈ ബയോട്ടോറിയത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് അവ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് വരെ നിങ്ങൾ അവരെ പ്രധാനമന്ത്രിക്ക് മറ്റ് സെക്യൂരിറ്റി കൊടുക്കുന്ന പോലെ അത്രയും നല്ല രീതിയിൽ നമ്മൾ അവരെ സെക്യൂർഡ് ആക്കി കൊണ്ടു നടക്കണം. പുറമേ നിന്ന് വരുന്ന എല്ലാ നെഗറ്റീവിനെയും നമ്മൾ കമാൻഡോകളെ പോലെ തടുക്കണം. അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവരെ നിർത്തണം. അത് സ്പോൺസറുടെ ഉത്തരവാദിത്വമാണ്. ഈ കാര്യത്തിൽ പരാജയപ്പെടുന്നത് കൊണ്ടാണ് 90% കസ്റ്റമേഴ്സും ബിസിനസ്സിലേക്ക് കൺവേർട്ട് ആവാത്തത്. നമ്മൾ ഒരു സെയിൽ എടുത്തു, മീറ്റിംഗ് കണ്ടിട്ടോ, വരാൻ പറഞ്ഞു, വന്നാ വന്നു, വന്നില്ലേ, എന്തുകൊണ്ട് വന്നില്ല, ചോദ്യമില്ല, അല്ലെങ്കിൽ അവരെ കാണുന്നില്ല, 1 or 2 തവണ കൂടുതൽ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. നമ്മളുടെ ലക്ഷ്യം വരുന്ന ആളുകളെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെ വരുന്ന ആളുകളെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ നിരന്തരം ഏറ്റെടുക്കുമ്പോഴും കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമ്മളിൽ മാറ്റം ഉണ്ടാവുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കൊടുക്കുന്ന ആ തുടക്കത്തിൽ നമ്മൾ കൊടുക്കുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണ്. അത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അതിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ആ കൺവേർഷൻ റേഷ്യോ കൂട്ടണമെങ്കിൽ നിങ്ങൾ ബിസിനസ് സംസാരിക്കും. ഉദാഹരണത്തിന് 10 വ്യക്തികളോട് നമ്മൾ പ്രൊഡക്റ്റ് മാത്രം പറഞ്ഞു, 5 വ്യക്തികൾ പ്രൊഡക്റ്റ് എടുത്തു, നമുക്ക് 5 ഫാമിലി ബോണസ് കിട്ടി, നമ്മൾ ഹാപ്പിയായി. ആ മാസം അങ്ങനെ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ആഴ്ച അങ്ങനെ കഴിഞ്ഞു. വീണ്ടും അടുത്ത ആഴ്ച, അടുത്ത മാസം നമുക്ക് വീണ്ടും ഈ വരുമാനം കിട്ടണമെങ്കിൽ വീണ്ടും പുതിയ 5 പേരെ കാണേണ്ട അവസ്ഥയാണ്. നമ്മുടെ ടീമുകളിൽ നമ്മളൊരു റിസർച്ച് നടത്തിയാൽ 100, 150, 200 സെൽഫായിട്ട് സെയിൽസ് എടുത്ത 100 കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് ഈ ഉൽപ്പന്നത്തിൽ 100% വിശ്വാസമാണ്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ റിസൾട്ട് അവർ പ്രചരിപ്പിക്കുന്നുണ്ട്, പുതിയ ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. പക്ഷേ ആ പുതിയ ആളുകളെ ബിസിനസ്സിലേക്ക്, ഡ്യൂപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം അവർ അവരോട് ഉൽപ്പന്നത്തിന്റെ ഗുണങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അതിന്റെ കൂടെയുള്ള അനന്തമായ സാധ്യത, വരുമാന സാധ്യത നമ്മൾ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 10 കസ്റ്റമറെ കാണുന്നതിനേക്കാൾ 10 ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ കാണുന്നതാണ്. ഇവിടെ 10 പേര് പറയുമ്പോ 5 കസ്റ്റമർ വരുന്നു. ഇവിടെ 10 പേര് പറയുമ്പോ ബിസിനസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരാളാവും 2 ആളാവും വരിക. പക്ഷേ ആ 2 പേര് ഭാവിയിൽ 2000 പേരെ നിങ്ങളിലേക്ക് അടുപ്പിക്കും. ആ 2 പേര് ലക്ഷങ്ങളും കോടികളും നിങ്ങൾക്ക് സമ്പാദിച്ചു തരും. ഈ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആ അപ്രോച്ച് പ്രൊഡക്റ്റ് ഓറിയന്റഡ് പ്രസന്റേഷന് പകരം ബിസിനസ് ഓറിയന്റഡ് പ്രസന്റേഷനിലേക്ക് നമ്മൾ നീങ്ങണം. നിങ്ങളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളെ വീക്കിലി പ്രോഗ്രാം, അതോടൊപ്പം തന്നെ NDO, അടുത്ത പ്രോഗ്രാമാണ് NDO, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് നിർബന്ധമായും എത്തിക്കണം. നിങ്ങളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളിൽ ഒരു NDO, ഒരു വീക്കിലി മീറ്റിംഗ് നടത്തിയിട്ട് അവർ അറ്റൻഡ് ചെയ്യിച്ചിട്ട് അവർ ഒരു തരത്തിലും ബിസിനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഐഡിയ അടിച്ച ആളുകളിൽ എത്ര പേരെ NDO അറ്റൻഡ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്? എത്ര പേരെ വീക്കിലി മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്? എന്നിട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എന്റെ ടീമിൽ കുറെ ആളുകളുണ്ട് ആരും വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ആരും വർക്ക് ചെയ്യാത്തത്? വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, വർക്ക് ചെയ്താൽ അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് സത്യം. അതിനാണ് ഈ വീക്കിലി പ്രോഗ്രാമും അപ്ലൈ ആൻഡ് കോണ്ടാക്റ്റും NDO പ്രോഗ്രാമുകൾ. അപ്പൊ അനന്തമായൊരു സാധ്യത നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ലഭിക്കും.
50 കൊല്ലം നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്താൽ ലഭിക്കുന്നത് 5 കൊല്ലം ടീം വർക്കിലൂടെ ഈ ബയോടൂറിയത്തിൽ ലഭിക്കും. ആ മെസ്സേജ് ആളുകളെ മൈൻഡിനെ തിരുത്തും. ഈ കാര്യം നിങ്ങളിൽ ബോധ്യമുണ്ടാവും. പ്രൊഡക്റ്റ് വേണോ എന്ന് അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ബിസിനസ്സുകാരിലെ കണ്ടെത്താനും നമുക്ക് കഴിയണം. കടം വീട്ടണോ, രക്ഷപ്പെടണോ, കാറ് വാങ്ങണോ, വീട് വെക്കണോ, ആ ചോദ്യം നിങ്ങളൊപ്പം വേണം. അപ്പൊ ആളുകൾ ഓട്ടോമാറ്റിക് ഈ ബിസിനസ്സിലേക്ക് കൺവെർട്ടഡ് ആവും. 100%. കാരണം ഇന്ന് ലോകം ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വരുമാനത്തിനായി ആളുകൾ ഓടി നടക്കുകയാണ്. എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻകം കിട്ടുമോ എന്നുള്ള ഒരു വരുമാനത്തിന് ആവശ്യകതയാണ് ഇന്ന്. കാരണം പല വീടുകളിലും 3ഉം 4ഉം ആളും ജോലിക്ക് പോയിട്ട് പോലും ഇന്നൊരു കുടുംബം ഭംഗിയായിട്ട് കഴിയാൻ സാധിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഓരോ ദിവസവും ചെലവ് നമ്മുടെ വർദ്ധിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ചെലവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണ്. നമ്മുടെ ഭൂരിഭാഗം ആളുകളുടെയും വീടിന്റെ ആധാരം ബാങ്കുകളിലാണ്. നമ്മളെല്ലാവരും ഒരു പരിധി വരെ ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ള ആളുകളാണ്. ഈ കടങ്ങളൊക്കെ വീട്ടാൻ സാമ്പത്തിക അവസ്ഥയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വേണ്ട, സാമ്പത്തികമായിട്ട് ഒരു മെച്യൂരിറ്റി നമുക്ക് ഉണ്ടാവണ്ടേ. നോക്കൂ, നമ്മളിൽ എത്ര പേർക്ക് ഒരു അത്യാവശ്യം വന്നാൽ 1-2 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയും? ലിക്വിഡ് ക്യാഷ് എത്ര പേരുടെ അക്കൗണ്ടിലുണ്ട്? ഞാൻ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിനോടാണ്, ആളുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ അക്കൗണ്ടില് ഒരു ലിക്വിഡ് മണി, ഒരു അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കത്തക്ക ഒരു വരുമാനം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വരുമാനത്തിന്റെ സാധ്യതയെ, വരുമാനത്തിന്റെ ആ മേഖലയെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടണം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടീമില്ല എന്ന് കരയുന്നതിന് പകരം ടീം ഉണ്ടാക്കാൻ വേണ്ട പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അതെന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഓരോ വ്യക്തികളും ബോധ്യപ്പെടുക എന്നുള്ളതാണ്. വീക്കിലി മീറ്റിംഗിലേക്ക് നമ്മൾ ആളുകളെ, നിങ്ങളുടെ ടീമുകളെ അടുപ്പിക്കുക. അത് പ്രോഗ്രാം സെന്ററുകളാണ് ആളുകളെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. നമ്മുടെ മൈൻഡ് ബ്ലോക്കിനെയും മെന്റൽ ബ്ലോക്കിനെയും പൊട്ടിച്ചു കളയുന്ന സ്ഥലങ്ങൾ അവിടെയാണ്. ഈ ബിസിനസ് കൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം പ്രോഗ്രാമിലാണ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രോഗ്രാം സെന്ററുകളെ നമ്മൾ സജീവമാക്കണം. പല ആളുകളും ചോദിക്കുന്നത്, പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ, പിന്നീട് എന്തിനാണ് ഞാൻ വീണ്ടും ഈ ആഴ്ച വീണ്ടും വരുന്നത്? ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എന്തിനാണ് വീണ്ടും വരുന്നത്? എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ചില ആളുകളുടെ മൈൻഡ് സെറ്റ് ഇതാണ്, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി, എന്റെ കൂടെയുള്ള ആൾക്കാർ വരട്ടെ. നിങ്ങൾ വരാതെ, നിങ്ങൾ അതിന് ഇൻട്രസ്റ്റ് എടുക്കാതെ, നിങ്ങൾ താല്പര്യം കാണിക്കാതെ, നിങ്ങൾ മുന്നിൽ നിൽക്കാതെ, നിങ്ങൾ ലീഡ് ചെയ്യാതെ നിങ്ങളുടെ ടീമിൽ ആരും വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആ തോണി കടത്തുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഈ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് അവർ എത്തണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രോഗ്രാമുകളാണ്. നമ്മുടെ ഡെയിലി സൂം മീറ്റിംഗ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ്, ബിസിനസ് പ്ലാൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കുക, എത്ര പേർക്ക് നിങ്ങൾ ഈ പ്ലാൻ വരച്ച്, അതായത് ഷോ ചെയ്തിട്ടുണ്ട്? ഫോണിലൂടെ പറയുന്നതല്ലാതെ നിങ്ങൾ ഒരു നോട്ട്ബുക്കില്, ഒരു ഷീറ്റില് ജീനിയസ് സൈഡും വിന്നർ സൈഡും വരച്ച് ഈ പ്ലാൻ ആനുപാതികമായിരിക്കും നിങ്ങളുടെ ഇപ്പോൾ ജീനിയസ് സൈഡിലും വിന്നർ സൈഡിലും ആക്റ്റീവായി നിൽക്കുന്ന മെമ്പേഴ്സ്. നിങ്ങൾ എത്രയധികം പ്ലാനുകൾ കൊടുത്തിട്ടുണ്ടോ, മാർക്കറ്റിംഗ് പ്ലാൻ ഈ വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഷോ ചെയ്തിട്ടുണ്ടോ, അതിന് എണ്ണത്തിന് ആനുപാതികമാണ് നിങ്ങളുടെ ഇപ്പോൾ ജീനിയർ സൈഡിലും വിന്നർ സൈഡിലുള്ള ടീം. നിങ്ങൾക്കാണ് ഈ പ്ലാനിൽ ഉറച്ച വിശ്വാസം വേണ്ടത്. നിങ്ങളാണ് ബോധ്യപ്പെടുത്തേണ്ടത് ഇത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. ആ വിശ്വാസമാണ് നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ള നിങ്ങളുടെ പ്ലാനുകൾ, ഇനി നിങ്ങൾ കാണുന്ന ആളുകളോട്, അവർ ബിസിനസ്സിൽ വന്നാലും ഇല്ലെങ്കിലും, പ്രൊഡക്റ്റ് വാങ്ങിയാലും ഇല്ലെങ്കിലും, ഞാൻ ഇതിന്റെ ബിസിനസ് പ്ലാൻ പറയും എന്നൊരു തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ിൽ നിന്ന്
ബിസിനസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ആളുകൾ വരും. ഇതിന് തടസ്സമായ ആളുകളുടെ മുന്നിലുള്ളത് സമയമില്ല, കഴിവില്ല, ഇത് സമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കും, ഇവിടെ വന്നു പോയതാണ്, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ചിന്തിക്കുന്ന വ്യക്തിയോട് നമ്മൾ പറയണം, എനിക്കും എന്നെ കൊണ്ട് ഇത് പറ്റിയിരുന്നില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. എനിക്ക് പറ്റാത്തത് നമ്മൾക്ക് പറ്റും, ഞാനുണ്ട് ഇതിന്റെ കൂടെ. ആ ധൈര്യമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സമയമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, സമയമില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിൽ ഇത് തന്നെ ചെയ്താൽ, ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്താൽ എവിടെ നിന്ന് സമയം ഉണ്ടാവും? ഇത് സമയം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് അവസരമാണ്. നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടായി കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും. കഴിവില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കഴിവുണ്ടാകുന്നവരെ നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട് സപ്പോർട്ട് ചെയ്യാൻ, ടീമുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒട്ടനവധി ട്രെയിനിങ് പ്രോഗ്രാംസ് ഇന്നിവിടെ ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ സംസാരിക്കുന്നത് നിരന്തരമായ ട്രെയിനിങ്ങിന് വിധേയമായിക്കൊണ്ടാണ്, പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ്. ഒരു സമയത്ത് എനിക്കും എന്നിൽ വിശ്വാസമില്ലായിരുന്നു, എന്നെ കൊണ്ട് സാധ്യമാകുമെന്ന വിശ്വാസം എനിക്കുമില്ലായിരുന്നു. നിരന്തരമായ പ്രോഗ്രാമിലൂടെ, ട്രെയിനിങ്ങിലൂടെ, മീറ്റിങ്ങിലൂടെ എന്റെ കഴിവ് വർദ്ധിപ്പിച്ചെടുത്തതാണ്. നിങ്ങൾക്കും സാധ്യവും. നിങ്ങൾക്ക് കഴിവ് ഉണ്ടാവുന്നത് വരെ ഞാനും എന്റെ ടീമും, നമ്മുടെ ടീം നിങ്ങളുടെ ഒപ്പമുണ്ട്. അവർക്ക് ഈ ബിസിനസ്സിൽ ഒരു അച്ചീവ്മെന്റ് ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. 5 കൊല്ലം കൊണ്ട്, നമ്മൾ പറയുന്നത് 50 കൊല്ലം പണിയെടുത്താൽ കിട്ടുന്നത്, അവരുടെ ജീവിത ലക്ഷ്യങ്ങളെ 100% പൂർത്തീകരിക്കാൻ ഈ അവസരം സഹായിക്കും. ഇത്തരത്തിലുള്ള ഈ ബിസിനസ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തും. നിങ്ങൾ കൃത്യമായി ചോദിക്കണം, നിങ്ങൾ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം 50,000 20,000 എത്രയാവട്ടെ, അത് ഇനി 10 20 കൊല്ലം കിട്ടിയാൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര ഉണ്ടാക്കാൻ സാധിക്കും? അപ്പൊ അവരൊരു സംഖ്യ കണക്കാക്കും. ഈ സംഖ്യ കൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ജീവിത ചെലവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുമോ? കടബാധ്യതകൾ നിവർത്തി എടുക്കാൻ സാധിക്കുമോ? ഇത്തരം ചോദ്യങ്ങളിൽ തീർച്ചയാണ് അവരുടെ ഉത്തരം നോ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങളോട് പറയാനുള്ളതാണ്, നിങ്ങൾ ഈ ബയോട്ടികം സീരിയസ് ആയി 5 കൊല്ലം ഏറ്റെടുത്ത് ചെയ്യും. ഈ 5 കൊല്ലം കഴിയുന്ന സമയത്ത് നിങ്ങളെ തന്നെ മാറ്റിമറിച്ചിരിക്കും. നിങ്ങളിൽ ഇല്ലാത്ത കഴിവുകൾ നിങ്ങളിൽ വന്നു ചേരും. ഇന്ന് ഒരാളോട് സംസാരിക്കാൻ മടി കാണിക്കുന്ന നിങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നുണ്ടാവും. 100 കണക്കിന് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ടിൽ ഓരോ ദിവസവും 1000ങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും വന്നു ചേരുന്നുണ്ടാവും. ഇതൊരു അത്ഭുത ദ്വീപിലെ കഥയല്ല. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മഹത്തായ ഈ ബിസിനസ് ആശയത്തിന്റെ ഗുണവശങ്ങളാണ്. ഇതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത വ്യക്തികൾ ഇതെല്ലാം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ആവണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക, ടീം 100 ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. 100 ദിവസത്തെ കർമ്മദന പരിപാടി അല്ലെ, പലപ്പോഴും വയ്ക്കാറുള്ളതാണ്. 100 ദിവസം കൊണ്ട് 100 പേരുടെ ടീം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ടീമായിട്ടാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രവർത്തന മണിക്കൂർ എത്രയാണ്? നിങ്ങളുടെ ഉത്തരം 10 മണിക്കൂർ, 8 മണിക്കൂർ, 12 മണിക്കൂർ എന്നാണെങ്കിൽ നിങ്ങളൊരു ഡയറക്ട് സെല്ലർ അല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ അല്ല. നിങ്ങളുടെ ഒരു ദിവസം സമയം, പ്രവർത്തന സമയം എന്ന് പറയുന്നത് 100 കണക്കിന് മണിക്കൂറുകളാക്കി മാറ്റാൻ കഴിയണം. എങ്ങനെ? നിങ്ങൾ 10 മണിക്കൂർ പണിയെടുക്കുന്നു, നിങ്ങളുടെ കൂടെ 10 പേര് 10 മണിക്കൂർ പണിയെടുക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 പേര് 2 മണിക്കൂർ പണിയെടുക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 മണിക്കൂറായി. അങ്ങനെ നിങ്ങളുടെ പ്രവർത്തന മണിക്കൂർ വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ടീം അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ടീമിൽ പ്രവർത്തിക്കുന്ന, ആക്റ്റീവായി പ്രവർത്തിക്കുന്ന, ഈ ബിസിനസിന് വേണ്ടി സമയം കണ്ടെത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ആളുകളുടെ പ്രവർത്തന മണിക്കൂർ, അതായത് നമ്മളുടെ വലിയ ബിസിനസ്സുകാർ ലോകത്ത് ഇന്ന് വെന്നിക്കൊടി പാറിച്ച ബിസിനസ്സുകാരെല്ലാം വിജയിച്ച മന്ത്രം അതർ പീപ്പിൾ ടൈം ആൻഡ് ടാലന്റ് ആണ്. മറ്റുള്ള ആളുകളുടെ സമയത്തിനെയും കഴിവിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവരെല്ലാവരും രക്ഷപ്പെട്ടത്. അതേ ആശയമാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ആശയത്തെ, ഈ അതർ പീപ്പിൾ ടൈം ആൻഡ് ടാലന്റ്, ഇതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന പാസീവ് ഇൻകത്തിലേക്ക് 160 കോടിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും.
ആ 160 കോടിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടീം ഉണ്ടാവണം. ടീം ഉണ്ടാവുന്നതല്ല, ടീം ഉണ്ടാക്കുന്നതാണ്. ടീം ഉണ്ടാവുന്നതല്ല, ടീം ഉണ്ടാക്കുന്നതാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത്, അതിനുവേണ്ടി മാറണം, മാറ്റേണ്ടത് മാറ്റണം. കാത്തിരിക്കുന്ന സമയം വരെ കാത്തിരിക്കുക തന്നെ വേണം. നിങ്ങൾ അതിന് തയ്യാറായേ മതിയാവൂ. കാരണം മാറ്റേണ്ടത് മാറ്റുക തന്നെ വേണം. കൃത്യമായി നിങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തന രീതികളിൽ, പ്രവർത്തന ശൈലികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഞാൻ ഇന്നു മുതൽ ഒരു ടീം ഉണ്ടാക്കാൻ പോവാണ്. ഒരു ടീം ക്രിയേറ്റർ ആണ് ഞാൻ, ടീം ലീഡർ ആണ് ഞാൻ. ഒരു 100 പേരുടെ ടീം ഉണ്ടാക്കിയിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ. അത്തരത്തിലൊരു ശക്തമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണം ഇന്നു മുതൽ നിങ്ങൾ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ. കാരണം ഈ ടീമിലൂടെ മാത്രമേ ആത്യന്തികമായ വിജയം നമുക്ക് ലഭിക്കുകയുള്ളൂ. 7 മണി കഴിഞ്ഞു, സമയം അവസാനിപ്പിക്കാറായി. എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട ഇബയോട്ടോറി കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെ വരെയുള്ള നിങ്ങളുടെ പ്രവർത്തന രീതികൾ മാറണം, പ്രവർത്തന ശൈലികൾ മാറണം. ടീമിനെ സ്നേഹിക്കുന്ന, ടീമിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ടീം ലീഡറായി നിങ്ങളെക്കാൾ കഴിവുള്ള ആളുകളെ ടീമിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട്, അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളുടെ വിജയത്തിൽ സന്തോഷിക്കാനും മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ നമുക്ക് അഭിമാനിക്കാനും കഴിയുന്ന ഒരു ഏറ്റവും നല്ല മികച്ച ലീഡറായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. ഈ ബയോട്ടോറിയത്തിലൂടെ അടുത്ത ഒരു 5 വർഷം നമ്മുടെ ആ മാസ്റ്റർ പ്ലാൻ, ആ 160 കോടി 2030-35 വർഷത്തിനുള്ളിൽ നേടിയെടുക്കുന്ന വ്യക്തികളായി മാറി ലോകത്തിന് മാതൃകയായി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ അഭിമാന താരങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഓൾ. അങ്ങേ നമുക്ക് ആക്റ്റീവ് ഹൗ ടു കൺവേർട്ട് ആക്റ്റീവ് കസ്റ്റമർ ടു ഡിസ്ട്രിബ്യൂട്ടർ എന്ന ക്ലാസ് വളരെ ഭംഗിയായി എടുത്തു തന്ന സാറിന് ഒരുപാട്, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിനായി നമ്മുടെ മനോജ് സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് സാറാണ് സംസാരിച്ചത്. എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ടീം ബിൽഡ് ചെയ്യുക, ഒരു കസ്റ്റമറെ എങ്ങനെയാണ് നമുക്ക് ഒരു ടോപ്പ് അച്ചീവർ ആക്കി മാറ്റുക, ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റുക, അതിനെന്തൊക്കെ ചെയ്യണം എന്നാണ് അദ്ദേഹം ഇവിടെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ കസ്റ്റമറായിട്ട് വന്ന ആളുകളാണ്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അല്ലെ സുജമോള് സുധിമേടത്തെ കൊണ്ടുവന്നത് നമുക്കറിയാം. അങ്ങനെ ഓരോരുത്തരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ്സ്, ഇത് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് കേട്ടപ്പോ വിശ്വാസം ഉണ്ടായിരുന്നില്ല, പലർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും നിർബന്ധിച്ച് എന്നാൽ എന്തെങ്കിലും ആവട്ടെ, ശല്യം സഹിക്കാൻ വയ്യാതെയെങ്കിലും ഒരു കാശ് പോയെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വാങ്ങിച്ച ആളുകൾ വരെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് കളയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിച്ച ആളുകൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇന്ന് ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയിൽ ഒരു കമ്പനിക്കും പറയാൻ അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ. അങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു 40 ലക്ഷത്തോളം കസ്റ്റമേഴ്സിനെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ ആകമാനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ആ കസ്റ്റമേഴ്സിനെ നമുക്ക് എന്താക്കി മാറ്റണം, അവരെ നമ്മളൊരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റണം. മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും, ഒരു പാസീവ് ഇൻകത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതിന് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റമർ വേണ്ടെന്നല്ല ഞാൻ പറയുന്നില്ല, ആ നിങ്ങൾ കസ്റ്റമറെ കണ്ടോളൂ, പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. ആ വന്ന കസ്റ്റമറെ നിങ്ങൾ എന്താക്കി മാറ്റണം, അവരെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആക്കിയിട്ട് നിങ്ങളെക്കാൾ കഴിവുള്ള ലീഡേഴ്സ് ആക്കി നിങ്ങൾ എപ്പോഴാണോ മാറ്റുന്നത് അപ്പോഴാണ് നിങ്ങൾ ഇന്നത്തെ അച്ചീവറായിട്ട് മാറുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ വേണമെന്നാണ് ഇവിടെ സുരേഷ് സാർ വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ബിഗ് കൺഗ്രാജുലേഷൻ സുരേഷ് സാർ, വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ അവസ്ഥ. എല്ലാവർക്കും നന്ദി പറയാനുള്ള സമയമില്ലാത്തത്. അപ്പൊ ഓരോ സ്റ്റെപ്പുകളും അദ്ദേഹം പറഞ്ഞു തന്നു അല്ലെ. പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കുന്നതും ഹോം മീറ്റിംഗ് നടത്തുന്നതും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതും. ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവിടെ ഒരു ഹോം മീറ്റിംഗ് ആ വീട്ടിൽ വെക്കണമെന്നില്ല. ആ വീട്ടുകാരറിയണം, ഇതൊരു ഫാമിലി ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുന്നവർ മാത്രമേ ഇതിനകത്ത് വിജയിച്ചിട്ടുള്ളൂ അല്ലെ. പല വീടുകളിലും ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ്. ഭാര്യ ഒരു പനത്തുവും ഭർത്താവ് കഴിവറിയും. ഭർത്താവ് ചെയ്യുമ്പോൾ ഭാര്യ പറയും ഇത് തട്ടിപ്പണി, പണിക്കാൻ നിൽക്കല്ലേ എന്ന് പറയും. ഇല്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയും. എന്നിട്ട് മെല്ലെ പുറത്തേക്ക് പോയിട്ട് 2 ആളെ കാണാൻ പോകും അല്ലെ. എവിടെയാ പോണേ, ഞാൻ അവിടെ പോവാണ് എന്നും പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് പോകുന്ന സാഹചര്യങ്ങൾ പല വീടുകളിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് സക്സസ് ആവാൻ
തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സഞ്ചരിക്കണം. കമ്പോലി മത്സരത്തിൽ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ വിജയിക്കുമോ? ഇല്ല. കമ്പോലി മത്സരത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ പുറകോട്ടാണ് പോകേണ്ടത്. മറ്റവരെ വലിച്ച് പുറകോട്ട് നമ്മൾ പോകണം, അല്ലേ? അപ്പോഴാണ് കമ്പോലി മത്സരത്തിൽ വിജയിക്കുള്ളൂ. പക്ഷെ ഇവിടെ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത്, ഒരേ ദിശയിലേക്ക് രണ്ടുപേരും കൂടി സഞ്ചരിക്കണം. കുടുംബം, അപ്പൊ കുടുംബ മീറ്റിംഗ്, ഹോം മീറ്റിംഗ്, ആളുകളെ വിളിക്കുക, ക്ഷണിക്കുക. അതായത് നമ്മൾ കൊണ്ടുവന്ന ഒരു കസ്റ്റമറിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അവിടെയാണ് ടീം ബിൽഡിംഗ് നടക്കുന്നത്. അതവിടെയാണ് കസ്റ്റമർ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട്, ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടറായി നല്ലൊരു കോൺഫിഡൻസ്. ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരൻ, ഞാനിത് അവിടെ വൈറ്റില അവിടെ പാരഡൈസ് ഹോട്ടലിൽ ഇരുന്നിട്ട് രാത്രി കൊതുകടി കേട്ടിട്ട്, ഇല്ലേ, കൊതുകടിയും കൊണ്ടിട്ടാണ് ഞാനിത് കേട്ടത്. ഇത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് സ്വപ്പറാണ്, സംഭവം കൊള്ളാൻ തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിച്ചു. ഇങ്ങനെ പറയണം നിങ്ങൾക്ക്. വാങ്ങിച്ചിട്ട് ഞാൻ കുറെ പേരോട് പറഞ്ഞപ്പോ ആളുകളെല്ലാം കളിയാക്കി, ആരും മേടിച്ചിട്ടില്ല കേട്ടാ. മനസ്സിലായ? എത്രയോ ആളുകളിലേക്ക് പോയി. ഇങ്ങനെ നമ്മുടെ ഒരു ചരിത്രം ഉണ്ടാവും ഓരോരുത്തർക്കും. അങ്ങനെ പറഞ്ഞ് അവരെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ആരില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കുറെ ആളുകളോട് വീണ്ടും പറഞ്ഞു. അങ്ങനെ കുറച്ച് ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ 3-4 മാസം കഴിയുമ്പോൾ നല്ലൊരു ടീമിനെ മെല്ലെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഒരു ഡെയിലി ആവറേജ് ഒരു 30,000, 40,000, ചില ദിവസം 50,000 ഒക്കെ വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാനും കാണിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു കസ്റ്റമർ ഓൺ ദ സ്പോട്ടിൽ ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലേ? ഇതിനൊരു ബിസിനസ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ ബിസിനസ്. അല്ലാതെ നമ്മുടെ ഈ ജോലി ചെയ്ത നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എങ്ങനെ ചിറക് വെപ്പിക്കാൻ വേണ്ടി സാധിക്കും, ഇല്ല എല്ലാ സ്വപ്നങ്ങൾക്ക് എങ്ങനെ നിറം ചേർക്കാൻ വേണ്ടി സാധിക്കും, ഇതെല്ലാം നമ്മൾ കുഴിച്ചു മൂടുന്നല്ലേ. അതിനുള്ള ഒരു അവസരം ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫാമിലിയെ തന്നെ നമുക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് ക്രൈറ്റീരിയ അതാണ് സുരേഷ് സാറിവിടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് ലെവൽ വേറെ ആയിരിക്കും, അല്ലെ? ഒരു ഇൻകം വരും. ഇപ്പൊ ബയോട്ട് പറയുന്ന ഇത്രയും നല്ലൊരു വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനിയിൽ ഒരു എൻട്രി വെച്ചാൽ 2020 രൂപ, അല്ലെ? 50 PA ആണെങ്കിൽ, 100 PA ആണെങ്കിൽ 4040 രൂപ, അല്ലെ? 25 PA ആണെങ്കിൽ 1010 രൂപ. ഒരു എൻട്രി നിങ്ങൾ അദ്ദേഹത്തിന്റെ ലിസ്റ്റ് എടുത്തിട്ട് വെച്ചു കൊടുത്താൽ 1010 രൂപ കിട്ടൂലേ, അല്ലെ? അല്ലെങ്കിൽ 2000 രൂപ. അവിടെ അവരുടെ മൈൻഡ് സെറ്റ് മാറും, വേറെ ലെവലിലേക്ക് വരും അവര്. അത് ചെയ്യാതെ പലരും ഒരു കസ്റ്റമറെ കൊണ്ടുവന്നു അവിടെ വെച്ച് പിന്നെ അടുത്ത ആളെ അന്വേഷിച്ചു പോവാണ്. ഈ വന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അവരുടെ ടീം ബിൽഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പലരും അടുത്ത ആളെ അന്വേഷിച്ചു പോകും. പിന്നെ അവർ വിളിക്കുമ്പോൾ അതും ഇതും പറയാണ്. അടുത്ത ഫാമിലി വേണം സഹിക്കാൻ പറ്റുമോ നോക്കിയിട്ടാണ് അടുത്ത ആളെ അന്വേഷിച്ചു പോകുന്നത്. അങ്ങനെ പോകരുത്. ഒരാളെ വന്നാൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക, അടുത്ത ആൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ അവർക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് കൊടുക്കുക. നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കും. പിന്നെ ആ രണ്ടാൾക്ക് പിന്നെ അടുത്ത ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. നമുക്ക് ഉണ്ണാനും ഉറങ്ങാനും ഒന്നും സമയം ഉണ്ടാവില്ല. ആ രീതിയിലേക്ക് നമുക്ക് ടീമിനെ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കണം. കസ്റ്റമേഴ്സിനെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കണം. അങ്ങനെ വരുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ഇവിടെ കോടികളാണ് നേടിത്തരും. ആരെയും നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല, അല്ലേ? ഒരാളെയും നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. അവരിലൂടെ എത്ര പേര് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനും പറ്റില്ല. അങ്ങനെ പ്രോഗ്രാം സെന്ററുകളൊക്കെ സജീവമാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ, ഇവിടെ സുരേഷ് സാർ പറഞ്ഞ അതേ വാക്ക് പറഞ്ഞ 50 വർഷം കൊണ്ട് നമുക്ക് അധ്വാനിച്ച് നേടാൻ പറ്റാത്തത് നേടാൻ പറ്റൂല. 50 വർഷം ഒന്നും ഇവിടെ ഇപ്പൊ 50 വയസ്സായവരുണ്ട്, അല്ലെ? 40 വയസ്സായവരുണ്ട്. എന്താ ഉള്ളത്? ഇപ്പോഴും കടബാധ്യത തന്നെയാണ്, ഇപ്പോഴും ആ പഴയ വീട് തന്നെയാണ്, ഇപ്പോഴും ആ പഴയ സ്കൂട്ടർ തന്നെയാണ്, ഇല്ലെങ്കിൽ സൈക്കിളാണ്, അല്ലേ? ഇപ്പോഴും പ്രശ്നങ്ങളാണ്. എത്രയോ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ ഇപ്പോഴും നിറവേറ്റിയിട്ടില്ല. 50 കൊല്ലം പണിയെടുത്താൽ ഇത് തന്നെയാണ്. പിന്നെയും ശങ്കരൻ തെങ്ങയിൽ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിന്ന് അടിക്കുകയാണെങ്കിൽ 5 വർഷം 2030 ആകുമ്പോഴേക്ക് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. സ്റ്റാർട്ട് യുവർ സെൽഫ്, പുഷ് യുവർ സെൽഫ്. നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യാൻ ആർക്കും പറ്റില്ല. നിങ്ങളുടെ വാഹനത്തിന്റെ താക്കോല് നിങ്ങളുടെ മനസ്സാണ്, മനസ്സിലായില്ലേ? ആ മനസ്സ് തുറക്കണമെങ്കിൽ അതിന്റെ താക്കോൽ തന്നെ ഇടണം, അല്ലേ? നമ്മളൊരു വീടും വീട്ടിൽ പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ 2 വീലർ ഉണ്ട്, കാറുണ്ട്, വേറൊരു താക്കോലിട്ട് ആ വീട് തുറക്കാൻ പറ്റുമോ? ഇല്ല, കുറെ താക്കോൽ കൂട്ടങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. ചില ആൾ വന്നിട്ട് ഒരു താക്കോലിട്ട് ഇങ്ങനെ തിരിക്കും, അല്ലെ? തുറക്കൂല. പിന്നെ അടുത്ത താക്കോലിട്ട് തിരിക്കും, തുറക്കൂല, അല്ലെ? അപ്പൊ കൺഫ്യൂഷൻ. ഏതാ? താക്കോല് മാറിപ്പോയി. താക്കോല് മാറിയാൽ താഴ് തുറക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ താക്കോൽ, മനസ്സിലായ? അത് തുറക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ.
യഥാർത്ഥ താക്കോൽ കൊണ്ടേ മനസ്സിനെ തുറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങളുടെ മനസ്സിനെ തുറക്കാൻ പറ്റുള്ളൂ. ഞാനോ സുരേഷ് സാറോട് പറഞ്ഞതിനെ കൊണ്ട് ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുക, സ്റ്റാർട്ട് യുവർ സെൽഫ്, ഞാൻ വിജയിക്കും, ഞാൻ ഇതിനകത്ത് വിജയിയാണെന്നല്ല ഒരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ്. എത്ര താഴോട്ട് പോകുമ്പോഴും അല്ലെ, എത്ര പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും, ആളുകൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ടീം വളരാതിരിക്കുമ്പോഴും ഞാൻ ഇതിനകത്ത് വിജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിന് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയുള്ളവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. എപ്പോഴും ഒരേപോലെ ഉപയോഗമില്ല ബിസിനസ് അല്ലെ. ബിസിനസ്സിന് എന്താ ഗ്രോത്ത് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇങ്ങനെ തരംഗ രൂപത്തിലാണ് പോവുക ബിസിനസ്, മുകളിലോട്ടിട്ട് അപ്പ് ഡൗൺ ഇല്ലേ, ആ രീതിയിലാണ് പോവുക ബിസിനസ്. അപ്പൊ നമ്മൾ മാനസികമായിട്ട് തളരരുത്. ഇതെല്ലാം തീർന്നു കേട്ടോ, ഇനി അടുത്ത പരിപാടി വല്ലതും നോക്കാം. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇതിനകത്ത് പുറകോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആവേശത്തോടെ ഇത് ഏറ്റെടുക്കുക. പുറകോട്ട് വലിക്കാൻ ആളുകൾ ഉണ്ടാവും, കളിയാക്കാൻ ആളുകൾ ഉണ്ടാവും, പുച്ഛിക്കാൻ ആളുകൾ ഉണ്ടാവും, ശത്രുക്കൾ ഉണ്ടാവും. നമ്മളെ വിജയിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരാണ് അല്ലെ. നിങ്ങളെ വിജയിപ്പിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളല്ല, ശരിക്കും നിങ്ങളുടെ ശത്രുക്കളാണ്. അവര് കളിയാക്കുമ്പോഴും നമുക്കൊരു ആവേശം ഉണ്ടാകണം, മനസ്സിലായ. മറ്റുള്ളവർ പുച്ഛിക്കുമ്പോൾ അവരെ കാണിക്കാൻ ഒരു ആവേശം ഉണ്ടാകണം അല്ലെ. എല്ലാവരും നമ്മളെ തള്ളി പറയുമ്പോൾ ഞാൻ ഒരു ദിവസം അച്ചീവറായിട്ട് 160 കോടി രൂപ നേടും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഒരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ആവേശത്തോടു കൂടി ഇത് ഏറ്റെടുക്കുക. പുതിയ ആളുകളിലേക്ക് ചെല്ലുക. പ്രോഗ്രാം സെന്ററിലേക്ക്, ഇന്ന് കോട്ടയം BOP ആണ്, ആ പരിസര പ്രദേശത്തുള്ള എല്ലാ ലീഡേഴ്സും പരമാവധി പുതിയ ഗസ്റ്റുകളുമായിട്ട് എത്തുക. ഇനി 2-3 ദിവസത്തേക്ക് നമ്മുടെ പ്രോഗ്രാം ഇല്ല, കാരണം പെരുന്നാൾ എടുത്തിരിക്കുന്നു. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പെരുന്നാളാണ്. പിന്നെ പെരുന്നാൾ ആഘോഷവും യാത്ര പോക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് പ്രോഗ്രാം ഇനി ഉണ്ടാവില്ല. അതിന്റെ പ്രോഗ്രാമിന്റെ ചാർട്ട് അടുത്ത ദിവസങ്ങളിൽ വരും. അതുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് പെരുന്നാൾ ആശംസകൾ കൂടി ഈ അവസരത്തിൽ നേരുകയാണ്. നാളെ എന്തായാലും പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം സെന്ററുകളാണ് നമ്മളെ വിജയിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ ഗസ്റ്റുകളെ നിങ്ങൾ ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തിക്കുമ്പോൾ 1-to-1 കൊടുക്കുകയോ ഹോം മീറ്റിംഗ് കൊടുക്കുകയോ കിട്ടുന്നതിനേക്കാൾ ഒരു ആവേശവും ഒരു എനർജിയും ഒരു കോൺഫിഡൻസും അവർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ ഗസ്റ്റുകളുമായിട്ട് കോട്ടയത്തേക്കുള്ള ഇന്നത്തെ പ്രോഗ്രാം സെന്ററിലേക്ക് എല്ലാവരും എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഇവൻ. താങ്ക് യു.